ഇന്നൊരു പൂരി മസാല റെഡിയാക്കിയാലോ? അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയുണ്ട്. അതിനായിട്ട് 4 പൊട്ടാറ്റോ എടുക്കുക. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവൊക്കെ റെഡി ആവാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആവേണ്ട സൈഡിലിരുന്ന്. അപ്പോൾ ഇനി നമുക്ക് പൂരി മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് 2 മീഡിയം സവാള എടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, നമ്മുടെ കൊറിയാൻഡർ ലീവ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള കറുകപ്പട്ട. ഇനി ഒരു പാൻ എടുക്കുക. അതിനകത്തോട്ട് എണ്ണ മൂത്ത് വരുമ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഒരു സവാളയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തെടുക്കുക. ഇതെല്ലാം മൂത്തതിന് ശേഷമായിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഇട്ടതിന് ശേഷം അതും മൂത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് വെക്കുക. ഒരുപാട് മൂത്ത് വരുന്ന സമയമല്ല കേട്ടോ, അതിന് തൊട്ട് മുന്നെയാണ്. ഇനി അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട അവിടെ സവാള. അത് ഒരുപാട് വഴറ്റിയെടുത്താൽ നമുക്ക് മസാലയ്ക്കുള്ള സംഭവങ്ങളും കറക്റ്റ് റെഡി ആവില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാവുന്ന കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു കിഴങ്ങ് വേവിച്ചെടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്ത് നല്ലതായിട്ട് ഉടച്ചെടുക്കുക. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടി അതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യണേ. ഇനി ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ മിക്സ് അങ്ങ് ആഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു കിഴങ്ങുണ്ടല്ലോ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടകളായി കിടക്കും. അതുകൊണ്ടാണ്. ഇനി അതിനകത്തോട്ട് നമ്മുടെ നേരത്തെ ഒഴിച്ച ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പോടെ നമുക്ക് ആഡ് ചെയ്യാൻ ആവശ്യത്തിനുള്ള. പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കാം, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമും കൊണ്ട് നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കത്തെ കൂടെ ഉള്ള ഒരു ചോറും കറിയൊക്കെ നമ്മൾ റെഡിയാക്കിയാണ് വീഡിയോസിലുണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇന്നാണെങ്കിൽ ഞങ്ങളൊന്ന് സ്കൂളിലും പോലുള്ള ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങി ഫസ്റ്റ് ഡേ കാരണം പൂരിയൊക്കെ ഉണ്ടാക്കാൻ സമയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ രാവിലെ പോകുന്നതുകൊണ്ട് ഇതിനൊന്നും സമയമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ പരിപാടിയിലേക്ക് പോകാം. തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മീൻ വറുത്തതിനുള്ള മസാലകളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മുടെ ഒരു അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. മീൻകറിയുടെ റെസിപ്പി കറക്റ്റ് ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് എങ്ങാനും വേണമെങ്കിൽ കമൻറ്റ് ചെയ്തായി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.